ഹലോ നമസ്കാരം. കുക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റവയുണ്ടയാണ്. അതിനായിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇത് ഉരുക്കി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നെയ്യ് നന്നായിട്ട് ഉരുക്കി വന്ന ശേഷം നമുക്കിനി അതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. റവ ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് വറുത്തെടുക്കണം. ആ റവയുടെ ആ പച്ച കുത്തലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. റവ നന്നായി വറുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചിരക്കിയത് ഒന്ന് മിക്സിയിൽ ഒരു വട്ടം ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതെടുക്കുന്ന മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാരയും തേങ്ങയും എല്ലാം റവയിൽ പിടിക്കണം. ഇനി നമുക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഇളക്കിയെടുത്ത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കയ്യിൽ നെയ്യ് പുരട്ടിയിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മുടെ റവയുണ്ട റെഡിയാക്കി എടുക്കാം. റവയുണ്ടയിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്കിവിടെ വീട്ടിലിപ്പോൾ കഴിക്കുന്നതുകൊണ്ട് ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ റവയുണ്ട ബാക്കിയെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദേറിയ ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.